കേരളത്തിലെ എം പിമാരോട് കത്തോലിക്ക സഭ പറഞ്ഞിരുന്നു വഖഫ് ഭേദഗതി ബില്ലിനെ പിന്തുണയ്ക്കണമെന്ന്. എന്നാൽ ഇന്നലെ നമ്മൾ കണ്ടത് ഇതൊന്നുമല്ല. അപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കേരളത്തിലെ സുരേഷ് ഗോപി ഒഴികെയുള്ള എം പിമാരുടെ അവസ്ഥ, അല്ലെങ്കിൽ കോൺഗ്രസ് എം പിമാർ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എം പിമാർ, ഇവരുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? അല്ല, കത്തോലിക്ക സഭ ആർക്കാണ് വോട്ട് ചെയ്തിട്ടുള്ളത്? കത്തോലിക്ക സഭ കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ് എം പിമാരെല്ലാം അതിന് സമാധാനം പറയേണ്ടി വരും എന്നവർക്ക് പറയാം. പക്ഷേ അത് നേരത്തെ ഒന്നും അങ്ങനെ പ്രകടമായിട്ട് അവർ പറയുമായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ കത്തോലിക്ക സഭയും രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് കത്തോലിക്ക സഭയുടെ സാന്നിധ്യം അവർ തന്നെ സ്വയം പ്രഖ്യാപിതരായി മാറിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വ്യത്യാസം, അല്ലെങ്കിൽ അതിൻ്റെ ചലനങ്ങളെന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഇതുവരെ പൊതുവായൊരു ധാരണ എന്ന് പറയുന്നത് കത്തോലിക്ക സഭയുടെ കുഞ്ഞാടുകൾ ബഹുഭൂരിപക്ഷവും കോൺഗ്രസിനെ സഹായിച്ചിരുന്ന, അല്ലെങ്കിൽ UDFൻ്റെ ഒരു പാർട്ടാണെന്നാണ് കരുതപ്പെട്ടിരുന്നത്. അല്പം അല്ലറ ചില്ലറൊക്കെ ആയിട്ട് മറ്റു പാർട്ടികൾക്കൊക്കെ കുറച്ച് വോട്ടുകൾ അവരുടെ ഭാഗത്തു നിന്ന് ലഭിച്ചിരുന്നു. അതാണ് സ്ഥിതി. അപ്പോൾ പൊതുവെ അങ്ങനെയാണ് ഒരു ധാരണ. വ്യക്തിപരമായിട്ടുള്ള വോട്ടോ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയത്തിലൊക്കെ വരുന്ന ആളുകളുണ്ട്. വളരെ അപൂർവം ചില ആളുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ടാവും. അതിനേക്കാൾ അപൂർവമായിട്ടുള്ള ആളുകൾ BJP ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ടാവും. ബാക്കി ഏതാണ്ട് ബഹുഭൂരിപക്ഷ ആളുകളും കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരോ കോൺഗ്രസിനോട് ആഭിമുഖ്യം കാണിക്കുന്നവരോ ആണ്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള നിലപാടാണ് ഇപ്പോഴത്തെ വിഷയത്തിനകത്ത് കത്തോലിക്ക സഭ എടുത്തിരിക്കുന്നത്. വഖഫ് ഭേദഗതി നിയമത്തിനോട് അവരെടുത്തിരിക്കുന്നതായിട്ടുള്ള സമീപനം. അതിന് പ്രധാനപ്പെട്ട കാരണം മുനമ്പത്തെ ഭൂപ്രശ്നം തന്നെയാണ്. കാരണം മുനമ്പത്തെ ഭൂപ്രശ്നത്തിൽ ഏറ്റവും കൂടുതൽ ഇരകളാക്കപ്പെട്ടത് കത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. മറ്റെല്ലാവരും അതിനകത്ത് കുറച്ചൊക്കെ ഉണ്ട്. പക്ഷേ ഇതാണ് അതിൻ്റെ ചങ്ക് എന്ന് പറയുന്നത് ഇവരാണ്. അപ്പോൾ ഇവരുടെ പ്രശ്നത്തിൽ ഒരു പരിഹാരം കാണാനായിട്ട് കത്തോലിക്ക സഭ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. കാരണം വഖഫിൻ്റെ ഭൂമിയാണ് ഇത് എന്ന ഒരു പരാമർശം കോടതിയിൽ നിന്നുണ്ടായതോടുകൂടിയാണ് അവിടെ താമസിച്ചിരുന്ന ആളുകൾക്ക് അവരുടെ ആധാരമൊന്നും ശരിയായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. ആധാരം വെച്ച് പണം കടമെടുക്കാൻ പറ്റുന്നില്ല. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായാലും കുഞ്ഞുങ്ങളുടെ കല്യാണത്തിനായി കഴിഞ്ഞാലും സാധ്യമല്ല എന്ന് വന്ന സമയത്ത് ഈ മാതാപിതാക്കൾ വളരെ വലിയ വിഷമത്തിലായിത്തീരുകയും അതുകൂടാതെയാണ് അവരവിടെ നിന്ന് കുടിയിറക്കപ്പെടും എന്ന് പറയുന്ന ഒരു ഭീഷണിയും ഉണ്ടായത്. മാത്രമല്ല കേരളത്തിലെ ചുമരുകളിലൊക്കെ തന്നെ മുസ്ലിം മൗലികവാദികൾ അവർ പോസ്റ്റ് അടിച്ചിറക്കി. മുനമ്പത്തെ 400-ലധികം വരുന്നതായിട്ടുള്ള അത്രയും ഏക്കർ ഭൂമി എന്ന് പറയുന്നത് വഖഫിൻ്റെ ഭൂമിയാണ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആളുകളവിടെ പണം കൊടുത്ത് ഭൂമി വാങ്ങി ആ ഭൂമിയിൽ ജീവിച്ചു വന്നിട്ട് എത്രയോ വർഷങ്ങളായി. പക്ഷേ ഈ ഒരു വിഷയം വന്നു, ഇവരെ സഹായിക്കാൻ ആരുണ്ട് ചോദിച്ച സമയത്ത് സമരം ആരംഭിച്ചു. കത്തോലിക്ക സഭ മൊത്തം അതിൻ്റെ പിന്നാലെ. പക്ഷേ ഒന്നും അവർക്ക് ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ വഖഫ് ഭേദഗതി ബിൽ വഴി ഇത് ശരിയാക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ കത്തോലിക്ക സഭ എത്തിയത്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ആ ഭേദഗതി വന്നാലും മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കാനായിട്ട് കഴിയും. മുനമ്പത്തെ പ്രശ്നം മറ്റൊരു പ്രശ്നമാണ്. അത് കോടതിയുടെ ഒരു പരാമർശം പിൻവലിക്കപ്പെട്ടാൽ മാത്രമാണ് ആ പ്രശ്നം പരിഹരിക്കപ്പെടുകയുള്ളൂ. അങ്ങനെ പരിഹരിക്കപ്പെട്ടാൽ മാത്രമാണ് അവർക്ക് അവരുടെ ഭൂമിയിൽ പൂർണ്ണമായിട്ടുള്ള അവകാശവും ക്രയവിക്രയത്തിനുള്ളതായിട്ടുള്ള സ്വാതന്ത്ര്യം ലഭിക്കുകയുള്ളൂ. അത് ലഭിക്കാത്തിടത്തോളം കാലം പ്രശ്നം തീരില്ല. ഭേദഗതി എന്നതിൻ്റെ പേരിൽ അത് ശരിയാവും എന്ന് ഞാൻ കണക്കാക്കുന്നില്ല. പക്ഷേ കത്തോലിക്ക സഭ ഈ ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിച്ച സമയത്ത് ഒരു നിലപാടെടുത്തു. ആ നിലപാടെന്ന് പറയുന്നത് ഈ ബില്ല് പാസ്സാക്കാനായിട്ട് കേരളത്തിൽ നിന്ന് പോകുന്ന എല്ലാ MPമാരും, പ്രത്യേകിച്ച് ക്രൈസ്തവ MPമാർ കൂടെ നിൽക്കണം എന്നായിരുന്നു അവരുടെ ആവശ്യം. പക്ഷേ ആവശ്യത്തിനനുസരിച്ച് പൊളിറ്റിക്കൽ കോൺഗ്രസ്സോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ CPM പിന്നെ ആരുമില്ല, അവർ ഒന്നും നിന്നില്ല എന്നുള്ളതാണ്. അവരവരുടെ രാഷ്ട്രീയത്തിന് വേണ്ടി നിലനിൽക്കുകയും അവരവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. കത്തോലിക്ക സഭയ്ക്ക് ഇത് സൂഹിക്കാനായിട്ടുള്ള സാധ്യതയില്ല. അപ്പോൾ കത്തോലിക്ക സഭ എന്ത് ചെയ്യും? കത്തോലിക്ക സഭയും കോൺഗ്രസും തമ്മിലുള്ള ബന്ധം ഇനി എങ്ങനെയായിരിക്കും എന്നുള്ള ചോദ്യമാണ് ഇതിൽ നിന്നും ഉയർന്നു വരുന്നത്. പക്ഷേ പ്രത്യേകിച്ച് നമുക്ക് എറണാകുളത്തിൻ്റെ MP ആയ ഹൈബി ഈഡൻ ഒരു ലത്തീൻ കത്തോലിക്കനും കൂടിയാണ്. അദ്ദേഹം ഈ മുനമ്പൻ ജനതയ്ക്ക് വേണ്ടി ഇന്നലെ എന്താ അവിടെ ചെയ്തത്? അല്ല, ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു ബില്ല് അവതരിപ്പിക്കുന്ന സമയത്ത് ആ ബില്ലിൽ ഉള്ള വിഷയങ്ങൾ എന്താണോ ആ വിഷയങ്ങളോട് അവരുടേതായിട്ടുള്ള പൊളിറ്റിക്കൽ ലൈനിൽ പ്രതികരിക്കുക എന്ന് പറയുന്നതാണ് പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ ലീഡേഴ്സിൻ്റെ ചുമതലയാണ്. ആ ചുമതലയാണ് യഥാർത്ഥത്തിൽ ഹൈബി ഈഡൻ അവിടെ നിർവഹിച്ചത്.
മുനമ്പത്തെ കുടിയിറക്കപ്പെടുന്നതായിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ അവിടെ പോയി സമരത്തിനൊപ്പം നിന്നിട്ട് കാര്യമില്ല. എന്തെങ്കിലും ക്രിയാത്മകമായിട്ട് ചെയ്യാനായിട്ട് കഴിയണം. അത് പക്ഷേ കഴിയാത്തൊരു സാഹചര്യം നിലവിലുണ്ട്. എന്താ കാര്യം എന്ന് വെച്ചാൽ അത് കോടതിയുടെ കൈപ്പിടിയിൽ നിൽക്കുകയും കോടതിയുടെ മുന്നിൽ നിൽക്കുകയും ചെയ്യുന്നതായിട്ടുള്ള വിഷയമാണ്. കോടതിയാണ് അത് പരിഹരിക്കേണ്ടത്. അതിന് ആ രീതിയിൽ ഉള്ള നീക്കങ്ങൾ നടത്തണം. ആ നീക്കങ്ങൾ എത്രമാത്രം നടത്തിയിട്ടുണ്ട്, എത്രമാത്രം അതിൽ വിജയിച്ചിട്ടുണ്ടെന്നൊക്കെ ചോദിച്ചാൽ കാര്യമായിട്ട് ഒരു വിജയവും അതിനകത്ത് നേടാനായിട്ട് കഴിഞ്ഞിട്ടില്ല. കാരണം പ്രശ്നം അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഒരുപാട് മാസങ്ങൾ കഴിഞ്ഞു സമരമൊക്കെ ആരംഭിച്ചു. സമരക്കാരൊക്കെ ഏതാണ്ട് തളർന്നു. പക്ഷേ സംഭവത്തിലൊരു പരിഹാരം ഉണ്ടായിട്ടില്ല. അപ്പോൾ അവർ വിചാരിച്ചുകൊണ്ടിരുന്നത് ഈ വഖഫ് ബിൽ പാസ്സാക്കപ്പെട്ടാൽ ഇത് പരിഹരിക്കപ്പെടുമെന്നുള്ളതാണ്. അങ്ങനെ പരിഹരിക്കപ്പെടാനുള്ള സാധ്യത അതിൻ്റെ അകത്ത് യഥാർത്ഥത്തിൽ കിടക്കുന്നില്ല. പക്ഷേ ഹൈബി ഈഡൻ പാർലമെൻറ്റിലെടുത്ത നിലപാടെന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ നിലപാടാണ്. കോൺഗ്രസിൻ്റെ പൊളിറ്റിക്കൽ മിഷൻ എന്താണ്, ആ മിഷനാണ് അവിടെ നിർവഹിക്കപ്പെട്ടിരിക്കുന്നത്. അതിൽ ആണ് അതിൻ്റെ ഒപ്പമാണ് അദ്ദേഹം നിന്നത്. അത് മുനമ്പത്തെ ആളുകളുടെ അവരോടുള്ള ഐക്യദാർഢ്യ പ്രഖ്യാപനമാണെന്ന് ചോദിച്ചാൽ നമുക്കത് ആണെന്ന് പറയാൻ ഒരിക്കലും പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ മുനമ്പത്തെ ആളുകൾ മുഴുവൻ ഇതിങ്ങനെ വിശ്വസിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ വിശ്വസിക്കുന്ന കാര്യത്തിന് എന്നുവെച്ചാൽ ഈ ബില്ല് പാസ്സാക്കപ്പെട്ടാൽ രക്ഷപ്പെടുമെന്ന് അവർ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ബില്ലിനെതിരെ നിലപാട് എടുത്തിരിക്കുന്ന ഹൈബി ഈഡനോട് ഇനി അവരെങ്ങനെയാണ് പെരുമാറുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഈ സഭയോട് ഒരു കാലത്ത് നമ്മുടെ ഉമ്മൻചാണ്ടി സാറുണ്ടായിരുന്ന സമയത്തൊക്കെ അപ്പം അദ്ദേഹമൊക്കെ സഭയ്ക്ക് വേണ്ടി ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തതാണ്. എന്തുകൊണ്ട് ഇന്നത്തെ ഈ പറയുന്ന ഇപ്പോഴുള്ള കോൺഗ്രസ്സുകാരായിട്ടുള്ള എം പിമാർ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ സഭയായിട്ട് അകന്നുകൊണ്ടിരിക്കുകയാണോ? അല്ലെങ്കിൽ ഇപ്പോൾ ഈ സഭ കൂടുതലും ജോർജ് കുര്യനെ പോലുള്ള BJPയിലെ മന്ത്രിമാരോടും അല്ലെങ്കിൽ ആ വിശ്വാസികളോട് അടുത്തുകൊണ്ടിരിക്കുകയാണോ? അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കേരളത്തിൽ കോൺഗ്രസിൽ ക്രൈസ്തവരുടെ നേതൃത്വമില്ലാതായി. ഉമ്മൻചാണ്ടി സാറും KM മാണിയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് UDFൻ്റെ നേതൃത്വം എന്ന് പറഞ്ഞാൽ ക്രൈസ്തവ നേതൃത്വമാണ്. അപ്പോൾ ക്രൈസ്തവരെന്ന് പറഞ്ഞാൽ ക്രൈസ്തവ സഭകൾക്ക്, അവരുടെ പുരോഹിതന്മാർക്ക്, മെത്രാന്മാർക്ക്, ബിഷപ്പുമാർക്ക് ഒക്കെ ഇവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഒരു സംവിധാനം ഉണ്ടായിരുന്നു. ഉമ്മൻചാണ്ടിയായിട്ട് സംസാരിക്കാം, പ്രശ്നത്തിന് പരിഹാരം കാണുന്ന ശീലമാണ് ഉമ്മൻചാണ്ടി മുന്നോട്ട് വെച്ചിരുന്നത്. KM മാണിയോടും അവർക്ക് സംസാരിക്കാം, അവരുടെ പ്രശ്നം പരിഹരിക്കപ്പെടും. അപ്പോൾ അന്ന് അവർക്ക് അങ്ങനെ വലിയ വിശ്വാസം ഉണ്ടായിരുന്നു കോൺഗ്രസ് നേതാക്കളെ. ഇപ്പോൾ എനിക്ക് തോന്നുന്നില്ല ആ വിശ്വാസം ഉണ്ടാകും. കാരണം വെച്ചാൽ രണ്ട് മാറ്റങ്ങളാണ് അതിന് സംഭവിച്ചിരിക്കുന്നത്. ഒന്ന്, കോൺഗ്രസ് നേതൃത്വത്തിൽ ക്രൈസ്തവ ആധിപത്യമില്ല. രണ്ട്, BJP ക്രൈസ്തവരെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് കേരളത്തിൽ ഒരുപാട് ഇടപെടലുകൾ നടത്തുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കേരളത്തിൽ നിന്നൊരു ക്രൈസ്തവനെ കേന്ദ്രത്തിൽ മന്ത്രിയായി വാഴിക്കാനായിട്ട് BJP തീരുമാനിച്ചത്. വെറുതെ ഒരു കാര്യം, ഒരു രാഷ്ട്രീയ പാർട്ടികൾ എന്ത് ചെയ്യുന്നതും അവർക്ക് പ്രത്യേകമായ ചില അജണ്ടകളുണ്ടാകും, ചില ലക്ഷ്യങ്ങളുണ്ടാകും. ആ ലക്ഷ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന്, ജോർജ് കുര്യൻ മന്ത്രിയായി വരുമ്പോൾ കേരളത്തിലെ ക്രൈസ്തവ സമൂഹമായിട്ട് നല്ല ബന്ധമുണ്ടാക്കുക എന്നുള്ളതാണ്. ആ ബന്ധത്തിൻ്റെ ഭാഗമായിട്ട് അവരും, അതായത് BJPയും ക്രൈസ്തവ സഭയൊക്കെ പ്രവർത്തിക്കാൻ തുടങ്ങിയ സമയത്ത് നമ്മൾ കാണേണ്ടത് എന്താണ്? ക്രൈസ്തവ സഭയ്ക്ക് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിലല്ല വിശ്വാസം, പിന്നെ ആരിലാണ്? BJP നേതൃത്വത്തിലാണ്. അല്ലെങ്കിൽ ജോർജ് കുര്യനോട് സംസാരിക്കാം. ജോർജ് കുര്യൻ ഒരു ക്രൈസ്തവൻ എന്ന നിലക്ക് തന്നെ ഈ കാര്യത്തിൽ ഇടപെടാനായിട്ടുള്ള സാധ്യത വർദ്ധിച്ചിരിക്കാൻ. അപ്പോൾ ഇതിൻ്റെ ഒരു നമ്മൾ ചോദ്യം ആദ്യം തുടങ്ങുന്ന സമയത്ത് ചോദിച്ചൊരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുണ്ടല്ലോ, ഈ ബില്ലിനെ MPമാർ അല്ലെങ്കിൽ ക്രൈസ്തവ MPമാർ എതിർത്ത സാഹചര്യത്തിൽ എന്തായിരിക്കും ഇനി അവർക്ക് സംഭവിക്കാൻ പോകുന്നത്? അതായത് ക്രൈസ്തവ സഭയ്ക്കകത്ത് ഒരു ഡിവിഷൻ ഉണ്ടാവും. ആ ഡിവിഷനിൽ ഒരു ഡിവിഷൻ എന്ന് പറയുന്നത് BJPയുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് നീങ്ങുന്ന സംഘമായി മാറും. മറ്റേ സംഘം എന്ന് പറയുന്നത് കോൺഗ്രസിനൊപ്പം തന്നെ നിൽക്കുന്നതായിട്ട് വരും. മൊത്തത്തിൽ അത് കോൺഗ്രസിന് വലിയ നഷ്ടമായി തീരും. കാരണം മൊത്തമായി ക്രൈസ്തവർ UDFനൊപ്പം നിന്നിരുന്നതാണ് എങ്കിൽ ഇനി വരുന്ന കാലത്ത് അത് ഡിവൈഡ്, എന്നിട്ട് അതിൻ്റെ ഒരു കഷ്ണം മാത്രം UDFനൊപ്പം നിൽക്കുന്ന സ്ഥിതി വരും. അത് കോൺഗ്രസിന് മോശമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കേരള രാഷ്ട്രീയത്തിൽ അത് വലിയ മാറ്റങ്ങളുണ്ടാക്കും. കാരണം BJP ആ ഒരു പകുതി ഭാഗവുമായി പോയി കഴിഞ്ഞാൽ BJP വളരെ ശക്തമായിട്ട് തന്നെ കേരള രാഷ്ട്രീയത്തിൽ ഇടപെടാൻ പറ്റുന്ന ഒരു സംഘമായിട്ട് മാറി. കോൺഗ്രസിന്റെ ആധിപത്യമൊക്കെ ഇനി കുറഞ്ഞു. കോൺഗ്രസിനാണ് അതിൻ്റെ കൂടുതൽ ക്ഷീണം വരാനായിട്ട് പോകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.